അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 60,000 രൂപയ്ക്കുള്ള ഒരു അടിപൊളി ഗെയിമിംഗ് എഡിറ്റിംഗ് സ്ട്രീമിംഗ് പി സി ആണ്. അപ്പോൾ ഈ പി സിക്കകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് 4K എഡിറ്റിംഗിൽ എഡിറ്റ് ചെയ്യാതെ നല്ല കിടിലോ ഐറ്റമാണ്. അപ്പോൾ 60,000 രൂപയ്ക്ക് പി സി ബിൽഡ് മാത്രമാണ്, പക്ഷേ നല്ല പോളപ്പൻ ഐറ്റമാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യണമെങ്കിലും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റമാണ്. കാര്യം ഗ്രാഫിക്സ് കാർഡിൻ്റെ റേറ്റ് ഒന്ന് കുറഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഇതിന് യൂസ് ചെയ്യുന്ന പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അത് തന്നെ ഈ ഒരു പി സി ബിൽഡിന് യൂസ് ചെയ്യുന്ന പ്രൊസസ്സർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്റലിൻ്റെ i5 12th ജനറേഷനാണ്. 12400F പ്രൊസസ്സറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 6 core 12th പ്രൊസസ്സറാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ നല്ല പുല്ല് പോലെയൊക്കെ ഹാൻഡിൽ ചെയ്തതോടെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ നമുക്ക് ഓവർ ഹീറ്റിങ്ങും കാര്യങ്ങളൊന്നും അധികമൊന്നും വരത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സാധാ സ്റ്റോക്ക് കൂളർ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ഡീപ്പ് കൂളിൻ്റെ എയർ കൂളർ യൂസ് ചെയ്യാം. അതിനുള്ള ബഡ്ജറ്റ് ഉണ്ട്. 60,000 രൂപയുടെ ഇതിൽ തന്നെ ഒതുങ്ങിയൊക്കെ പൊക്കോളും. ഇന്ന് തിളക്കത്തില്ല, അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഓടി പൊക്കോളും. അടുത്ത മദർ ബോർഡ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ഫെസിലിറ്റി ഉള്ള നല്ല പൊളപ്പൻ മദർ ബോർഡ്. കാര്യം നല്ല കിഡ്ലോസ്കി മദർ ബോർഡാണ്. MSIയുടെ B660 Pro വൈഫൈ മദർ ബോർഡാണ്. കാര്യം നമുക്ക് ഇതിനകത്ത് ഇൻബിൾഡ് വൈഫൈ വരുന്നുണ്ട്, ബ്ലൂടൂത്ത് വരുന്നുണ്ട്, 4 റാം സ്ലോട്ട് വരുന്നുണ്ട്, പിന്നെ 2 M.NVMe സ്ലോട്ടും വരുന്നുണ്ട്. അതും Gen 4 ആണ്. അപ്പോൾ കംപ്ലീറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ RGB സപ്പോർട്ട് എല്ലാം ഉണ്ട്. അപ്പോൾ നല്ല കിടുക്കാച്ചി മദർ ബോർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 13 ജനറേഷനിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ ഈ മദർ ബോർഡ് മതി. ചിലപ്പോൾ ബയോസ് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ എല്ലാം നല്ല സ്മൂത്തായിട്ട് ഓടിക്കൊള്ളുന്ന നല്ല കിടിലൻ മദർ ബോർഡാണ്. അടുത്ത സ്റ്റോറേജ് എന്ന് പറയുന്നത് നമ്മൾ മിനിമം 512 എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ആൻറ്റി സ്പോർട്സിൻ്റെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൻറ്റി സ്പോർട്സിൻ്റെ M.NVMe ആണ്. ഇത് അത്യാവശ്യം നല്ല റീഡ് ആൻഡ് റൈറ്റ് സ്പീഡൊക്കെ ഉള്ള M.NVMe ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ Gen 4 M.NVMe ഫ്യൂച്ചറിനകത്ത് അപ്ഗ്രേഡ് ചെയ്യാം. 2 സ്ലോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ 2 സ്ലോട്ട് അല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ SSD ആഡ് ചെയ്യണമെങ്കിൽ ബാക്കി സാറ്റ പോർട്ടൊക്കെ യൂസ് ചെയ്ത് SSD ആഡ് ചെയ്യാം, ഹാർഡ് ഡിസ്കും ആഡ് ചെയ്യാം, എല്ലാം ആഡ് ചെയ്യാം. പൊളിയാണ്. അടുത്ത റാം എന്ന് പറയുന്നത് 3200 MHz 2 8GB സ്റ്റിക്കാണ്. ടോട്ടൽ 16 GB ആണ്. വീണ്ടും 2 റാം സ്ലോട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് 32 വരെയൊക്കെ അപ്ഗ്രേഡ് ചെയ്യാം. 32ൻ്റെയൊക്കെ ആവശ്യ വരത്തുള്ള ധാരാളമാണ്. ബാക്കിയൊക്കെ പൊളപ്പനായിരിക്കും, നല്ല പെർഫോമൻസ് കിട്ടും. ഈ മിനിമം 16 GB റാം എന്തായാലും വേണം. അപ്പോൾ ഇതാണ് റാം, A-Data റാമാണ്. പിന്നെ പ്രധാനമായിട്ട് ഇതിനകത്ത് പവർ സപ്ലൈ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 550 വാട്ടിൻ്റെ 80+ ബ്രോൺസ് പവർ സപ്ലൈ എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ മിനിമം 550 എടുത്തേ പറ്റുള്ളൂ. 650 എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ബഡ്ജറ്റൊക്കെ മാറിയെന്നൊക്കെ വരും. അപ്പോൾ മിനിമം 550 വാട്ടിൻ്റെ പവർ സപ്ലൈ എടുത്തേ പറ്റും. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ല കിടിലമായിട്ട് റോൾ പ്ലേ കളിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാഫിക്സ് കാർഡാണ്. നല്ല പൊളപ്പനായിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ തരാനും എഡിറ്റിങ്ങും അതുപോലെ തന്നെ 4K ഗെയിമിങ്ങും എല്ലാത്തിനും നല്ല കിടിലോസ്കി ആയിട്ട് പ്രൈസ് കുറഞ്ഞു വന്നിട്ടുണ്ട്. നമ്മളുടെ NVIDIA RTX 2060 8GB ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ ഇതിന് ഒപ്പം പിടിക്കുന്ന ഒരു ഗ്രാഫിക്സ് കാർഡ് നമ്മൾ AMDയുടെ സൈഡിലുണ്ട്. AMDയുടെ RX 6600 XT ആണ്. അപ്പോൾ 6600 XT കുറച്ചുകൂടെയൊക്കെ FPS ഗെയിമിൽ തരും. പക്ഷേ എഡിറ്റിങ്ങിനും സ്ട്രീമിങ്ങിനും ഭേദം NVIDIA ആണ്. അപ്പോൾ RTX 3050 ഒന്നും എടുക്കരുത്. 3050യേക്കാളും പെർഫോമൻസ് 2060 സൂപ്പറിനുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസിൽ 21 ആ റേഞ്ചിൽ 2060 സൂപ്പർ കിട്ടുകയാണെങ്കിൽ ഒന്നും നോക്കാം, അത് എടുത്താൽ മതി. നിങ്ങൾക്ക് ഇവിടെ ബെഞ്ച് മാർക്കാണ്. നല്ല കിടിലം പെർഫോമൻസ് ആണ്. ഗെയിമിങ് അതുപോലെ 4K എഡിറ്റിങ്ങിനും 2060 സൂപ്പറിൻ്റെ ആവശ്യമൊക്കെ വരത്തുള്ള അടിപൊളി ഹാൻഡിൽ ചെയ്തോളും. കാര്യം 12400F ആണ്. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ ഓടിക്കോളും. പിന്നെ ക്യാബിനറ്റ് ഞാൻ ഇവിടെ ഒരു ക്യാബിനറ്റ് ഇട്ടിട്ടുണ്ട്. ഒരു 3500 3600 ആ റേഞ്ചിൽ വരുന്ന ഒരു ക്യാബിനറ്റാണ്. അതിനകത്ത് ഇൻബിൽഡ് RGB ഫാന് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ക്യാബിനറ്റ് നിങ്ങളുടെ ഇഷ്ടമാണ്. എൻ്റെ ക്യാബിനറ്റ് ഏതെടുത്താലും സൂട്ടബിളാണ്. അതായത് 3000 രൂപയ്ക്ക് റേഞ്ചിൽ അതിന് മുകളിലോട്ട് വരുന്ന ഏത് ക്യാബിനറ്റ് എടുത്താലും പൊളിയാണ്. അതിന് താഴോട്ടുള്ള ക്യാബിനറ്റ് എടുക്കണ്ട. കാര്യം ഇങ്ങനെ ഒരു PC ബിൽഡ് ചെയ്യുമ്പോൾ കാര്യം അടിപൊളി കുറച്ച് നല്ല ക്യാബിനറ്റ് ഇരുന്നോട്ടെ. അപ്പോൾ ഇതാണ് നമ്മൾ 60,000 രൂപയ്ക്ക് നമുക്ക് ഗെയിമിങ് എഡിറ്റിംഗ് സ്ട്രീമിങ്ങും അതുപോലെ തന്നെ അടിപൊളി ഇതായിട്ട് പോകുന്നത്. പിന്നെ ഇതിന് ഫ്യൂച്ചർ അപ്ഗ്രേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റാം അപ്ഗ്രേഡ് ചെയ്യാം, സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്യാം. ഗ്രാഫിക്സ് കാർഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു RTX 3060 Ti ഇതിനകത്തിടാം. നല്ല കിടിലോസ്കി പെർഫോമൻസ് കിട്ടും. 3060 ഇടാം, അല്ലെങ്കിൽ 3060 Ti ഇടാം. പക്ഷേ 2060 സൂപ്പറും 3060 തമ്മിൽ വലിയ പെർഫോമൻസ് വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് 2060 സൂപ്പർ തന്നെ ധാരാളമാണ്, അതിൻ്റെ ആവശ്യമൊക്കെ വരത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു 60K ബഡ്ജറ്റിൽ നമുക്ക് പണിഞ്ഞെടുക്കാൻ പറ്റില്ല കിടിലോസ്കി PC. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു 30K to 50Kയിൽ വരുന്ന ലാപ്ടോപ്സിൻ്റെ വീഡിയോ ഓട്ടം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 60K ആണ് ഒരുപാട് പേര് ആവശ്യപ്പെട്ടത്. അതുകൊണ്ടാണ് ആദ്യം തന്നെ 60Kയുടെ PC ബിൽഡ് ചെയ്തത്. അപ്പോൾ ഉടൻ തന്നെ 30 to 50Kയിലെ ബഡ്ജറ്റിൽ വരുന്ന ലാപ്ടോപ്സിൻ്റെ വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വേറെ എന്തെങ്കിലും കണ്ടിട്ട് അടുത്ത വീഡിയോ കാണാതെ അതുവരെയും